മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോകുകയാണ്. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കറാച്ചിയിൽ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അനൂജയുണ്ട് വിശദാംശങ്ങളുമായി. അനൂജ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് വിഷബാധ ഏറ്റിരുന്നു, വിഷം കഴിച്ചതായിട്ടാണ് വിവരമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കറാച്ചിയിലെ ആശുപത്രിയിലാണ് ഇദ്ദേഹം പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ടൈംസ് ആൽജിബ്ര എന്ന വാർത്താ പോർട്ടലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആദ്യം തന്നെ പുറത്തുവിട്ടിട്ടുള്ളത്. അർസു കാസിം എന്ന മാധ്യമ പ്രവർത്തക ഈ വിവരം ലോകത്തോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മോശമാണെന്ന രീതിയിലും ഒക്കെ പുറത്തു വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യനില കൂടുതൽ മോശമായിട്ടുണ്ട്. വിഷം കഴിച്ചതായി, വിഷം ഉള്ളിൽ ചെന്നിട്ടുള്ളതായുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. എന്തായാലും ഇതേക്കുറിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 2 ദിവസം മുൻപ് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചു. ഇദ്ദേഹം കറാച്ചിയിലെ ആശുപത്രിയിലാണ് ഉള്ളത്. ഈ ആശുപത്രിയിൽ ഇദ്ദേഹം ഒഴിച്ച് മറ്റ് രോഗികൾ ആരും തന്നെ ഇല്ല. ആ രീതിയിലുള്ള സുരക്ഷ അദ്ദേഹത്തിന് അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരേ ഒരു രോഗിയാണ് അദ്ദേഹം ഈ ആശുപത്രിയിൽ എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള ആളുകൾ തന്നെയാണ്, അതായത് ബന്ധുക്കളായ അലീഷ പാർക്കർ, സാജിദ വാഗ്ലെ എന്നിവരാണ് ഈ വിവരങ്ങൾ പുറത്ത് വിട്ടിട്ടുള്ളത് എന്നും വരുന്നുണ്ട്. എന്തായാലും വളരെ നാളുകളായി തേടി നടക്കുന്ന അധോലോക നായകൻ തന്നെയാണ് ദാവൂദ് ഇബ്രാഹിം. അദ്ദേഹം പാകിസ്ഥാനിലെ കറാച്ചിയിലായി ഒളിച്ച് താമസമായിരുന്നു എന്ന വിവരങ്ങളാണ് അദ്ദേഹത്തെ പറ്റി നമുക്ക് ഏറ്റവും ഒടുവിലായിട്ട് അറിയാൻ സാധിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും വിവാഹിതനായ ശേഷം അദ്ദേഹം കറാച്ചിയിൽ തന്നെ കുറേ കാലമായി തുടരുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹത്തെ പറ്റി, ദാവൂദ് ഇബ്രാഹിമിനെ പറ്റി നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി, വിഷം ഉള്ളിൽ ചെന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു. ഇതിലൊരു പ്രധാനപ്പെട്ടമായ ഒരു കാരണമെന്ന് പറയുന്നത് അജ്ഞാതൻ വിഷം നൽകി എന്ന രീതിയിലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വിഷം ഉള്ളിൽ ചെന്നത് എങ്ങനെയെന്ന് ആദ്യം റിപ്പോർട്ടുകളൊന്നും വന്നിരുന്നില്ല. ഇപ്പോൾ അത് അജ്ഞാതനാണ് ഇദ്ദേഹത്തിന് വിഷം നൽകിയിട്ടുള്ളത് ഇന്ന് പാക് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തരമൊരു സാഹചര്യം നിലവിലുള്ളതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളൊക്കെ അവിടെ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി തന്നെ ഇൻ്റർനെറ്റിനൊക്കെ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും 2 ദിവസമായി അദ്ദേഹം ആശുപത്രിയിലാണ്. വൻ സുരക്ഷയിൽ അദ്ദേഹത്തെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശുപത്രിയിലെ ഉന്നത അധികൃതരെയും അടുത്ത കുടുംബങ്ങളെ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ തുടരുന്ന ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഇദ്ദേഹത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തിയതിനും കള്ളപ്പണ ഇടപാട് നടത്തിയതിനും ഒക്കെ എതിരെ വിവിധ ഏജൻസികൾ ഇപ്പോഴും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം. മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെ ബുദ്ധിയും ദാവൂദിൻ്റെതായിരുന്നു. ഇന്ത്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച പ്രധാനികളായിട്ടുള്ള അധോലോക നായകന്മാരിൽ ഒരാളാണ് ദാവൂദ്. അദ്ദേഹം കറാച്ചിയിലായി തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് അദ്ദേഹത്തെ പറ്റി ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിരുന്നത്. ഇപ്പോഴും കറാച്ചിയിലെ ആശുപത്രിയിൽ അദ്ദേഹം തുടരുകയാണ്. 1993 മുംബൈ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ എന്നാണ് ദാവൂദ് ഇബ്രാഹിമിനെ പറ്റി ദാവൂദ് ഇബ്രാഹിം. ഏറ്റവും ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധോലോക നായകന്മാരിൽ ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം. ഇപ്പോൾ എന്തായാലും ദാവൂദ് ഇബ്രാഹിമിനെ വിഷബാധ ഏറ്റിട്ടുണ്ട്. അത് അജ്ഞാതനാണ് വിഷം നൽകിയെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ, ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. നിലവിൽ 2 ദിവസമായി അദ്ദേഹം അദ്ദേഹത്തിന് നില വഷളായതോടെ അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ്. ഭദ്ര, തീർച്ചയായും ഭീകരവാദം അടക്കമുള്ള ലഹരിക്കടത്ത് അടക്കമുള്ള നിരവധി കുറ്റകൃത്യങ്ങൾ ഇദ്ദേഹത്തിനെതിരെയുണ്ട്. ദാവൂദ് ഇബ്രാഹിം അധോലോക കുറ്റവാളിയാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റവാളിയായിട്ടാണ് ഇന്ത്യ കാണുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ. പക്ഷെ അത് ആരെങ്കിലും കൊടുത്തതാണോ എന്ന കാര്യത്തിലൊന്നും തന്നെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. മാത്രമല്ല അദ്ദേഹം അതീവ സുരക്ഷയിലാണ് ആശുപത്രിയിൽ, കറാച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹം ഉള്ളത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനൂജ.